ആദ്യമായിട്ട് വൈകിയാണെങ്കിലും ക്രിസ്മസ് നവവത്സര ആശംസകൾ എല്ലാവർക്കും. 2024 നമ്മൾ തുടങ്ങിയത് തന്നെ ജനുവരി 1 PSLV എക്സ്പോസാറ്റ് എന്നൊരു സാറ്റലൈറ്റിനെ വിക്ഷേപിച്ചുകൊണ്ടാണ്. സാധാരണഗതിയിൽ ഒരു 20 കൊല്ലം മുമ്പാണെങ്കിൽ ഇത്തരം ലോഞ്ച് ഇതുപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ദിവസം ജനുവരി 1 സാധാരണ നമുക്കൊക്കെ ഒരു വിശ്വാസം 1-ാം തീയതി ചെയ്യുന്ന കാര്യങ്ങളാണ് ആ വർഷം മുഴുവൻ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും സംഭവിച്ച് റോക്കറ്റ് വിക്ഷേപണം ഒരു പരാജയമായാലോ എന്ന് ചിന്തിച്ച ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കങ്ങനെ ഒരു വിഷമമില്ല. വി ക്യാൻ ലോഞ്ച്, നമുക്കതിനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 1-ാം തീയതി തന്നെ തിരഞ്ഞെടുത്തത്. 1-ാം തീയതി ലോഞ്ച് സക്സസ് ആയി. എക്സ്പോസാറ്റ് എന്നുള്ളൊരു എക്സ്റേ മിഷനാണ്. എക്സ്റേയിൽ കൂടെ പ്രപഞ്ചത്തെ വീക്ഷിക്കുക. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ റീയൂസബിൾ ലോഞ്ച് വെഹിക്കിൾ, നമുക്കറിയാം ഈ വിങ്ഡ് ബോഗഡി, വിമാനം പോലെ സ്പേസിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരിക, സ്പേസ് ഷട്ടിൽ പോലെ. അതിന് വളരെ അഡ്വാൻറ്റേജ് ഉണ്ട്. നമുക്ക് അത് വീണ്ടും വീണ്ടും പുനരുപയോഗിക്കാം. അതുപോലെ കൃത്യമായിട്ട് റൺവേ കൊണ്ട് ഇറക്കാം. പലപ്പോഴും കടലിൽ നിന്നുമൊക്കെ ഈ നമ്മുടെ ക്യാപ്സ്യൂൾ റിക്കവർ ചെയ്യുക എന്നുള്ളത് വളരെ വിഷമകരമായ ഒരു ദൗത്യമാണ്. അങ്ങനെ ഞങ്ങൾ 2 തവണ കൃത്യമായിട്ട് ബാംഗ്ലൂരിൽ വിങ്ഡ് ബോഡി, അതായത് ഹെലികോപ്റ്ററിൽ നിന്ന് 5 കിലോമീറ്ററിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യും ഫാർ അവേ, എന്നിട്ട് അത് കൃത്യമായി വന്ന് റൺവേ കണ്ടുപിടിച്ച് ലാൻഡ് ചെയ്യുക. ഇവിടെ നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്, അതായത് അൾട്ടിമീറ്ററുണ്ട്, ആക്സലറോമീറ്ററുണ്ട്, അതുപോലുള്ള പലതരത്തിലുള്ള സെൻസേഴ്സിൻ്റെ ഡേറ്റ എങ്ങനെ ഫ്യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ലാൻഡിങ് ആക്യുറസി അച്ചീവ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ റൺവേയുടെ സെൻട്രൽ ലൈൻ, ആ വീഡിയോസ് ഇപ്പോഴും നമ്മുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ടാർഗറ്റ് ചെയ്തതിൽ നിന്നും വിത്തിൻ സെൻറ്റിമീറ്റേഴ്സ് മാത്രമേ ഡീവിയേഷൻ വന്നുള്ളൂ. വളരെ കൃത്യമായിട്ട് സെൻട്രൽ ലൈനിൽ കൊണ്ട് നമുക്ക് ആളില്ലാതെ ഫുള്ളി ഓട്ടോണമസ് ലാൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വളരെ വളരെ അഭിമാനം നമുക്കെല്ലാവർക്കും നൽകുന്നൊരു നേട്ടമാണ്. അത് VSSC മാത്രമല്ല, ഈ നമ്മളൊരു നേട്ടം പറയുമ്പോൾ ISRO മാത്രമല്ല, ഇന്ത്യയിലെ ഇൻഡസ്ട്രീസ് ഉണ്ട്, അക്കാഡമിയുണ്ട്, പല പല അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് എൻഗേജ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളുണ്ട്. അതുപോലെയായിരുന്നു SSLV എന്ന് പറയുന്ന ചെറിയ സാറ്റലൈറ്റിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ വളരെ കൂടുതലാണ്. ചെറിയ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യണമെങ്കിൽ ചെറിയ വെഹിക്കിളാണ് നല്ലത്. അതും നമുക്കറിയാം, പ്രൊപ്പൽഷൻ എന്ന് പറയുന്നതിൽ സോളിഡ് പ്രൊപ്പൽഷനാണ് ഏറ്റവും എളുപ്പം. നമ്മൾ ദീപാവലി റോക്കറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന, കത്തിച്ചു വിട്ടാൽ വളരെ എളുപ്പമാണ്. സ്റ്റോറേജ്, അത് റിലയബിലിറ്റി കൂടുതലാണ്. കാരണം അത് വളരെ പെട്ടെന്ന് അതിനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ലിക്വിഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ടർബൈൻസ് ഉണ്ട്, പമ്പുണ്ട്, വാൽവ്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ വർക്ക് ചെയ്താൽ ഇത് സക്സസ് ആവുള്ളൂ. തന്നെയല്ല അത് സമയമെടുക്കും അത് ഫില്ല് ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ഓൾ സോളിഡ് ആയിട്ടുള്ള ഒരു SSLV, അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഫ്ലൈറ്റും കഴിഞ്ഞ വർഷം നമ്മൾ ഭംഗിയായിട്ട് നിർവഹിച്ചു. പിന്നെയുള്ളത് എല്ലാ റോക്കറ്റിലുണ്ട് ഫ്യൂവലും ഓക്സിഡൈസറും. ഇത് രണ്ടും ഉണ്ടെങ്കിലേ നമുക്ക് കത്തിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു അടുപ്പിലെ സ്റ്റൗ കത്തിക്കുമ്പം ഗ്യാസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഗ്യാസ് വന്നിട്ട് അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് ചേരുമ്പോഴാണ് അതൊരു ഫ്ലെയിം ആവുന്നത്. പക്ഷേ നമ്മൾ സ്പേസിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷം കടന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള ഫ്യൂവലും സൂക്ഷിക്കണം, ഓക്സിഡൈസറും സൂക്ഷിക്കണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് ഈ ആദ്യത്തെ ഒരു 60 കിലോമീറ്ററോളം അറ്റ്മോസ്ഫിയറുള്ള സമയത്ത് എന്തുകൊണ്ട് നമുക്ക് അന്തരീക്ഷത്തിലെ ഓക്സിജൻ എടുത്തുകൂടാ? അതിനുശേഷം നമുക്ക് ഓക്സിജനും ഫ്യൂവലും കൊണ്ടുപോകാം. അങ്ങനെയാണ് എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ. അതായത് ഫ്യൂവൽ നമ്മൾ കൊണ്ടുപോകും. അത് മണ്ണെണ്ണയാണ്, കെറസിൻ. മണ്ണെണ്ണ കുറച്ചുകൂടി നമ്മൾ ശുദ്ധീകരിക്കും, ഏവിയേഷൻ ഫ്യൂവൽ എന്നൊക്കെ പറയുന്ന പോലെ. എന്നിട്ട് ഈ അന്തരീക്ഷത്തിലെ ഓക്സിജനെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ കഴിവതും സ്പീഡിൽ ആദ്യം പറക്കണം, നല്ല സ്പീഡിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈപ്പർസോണിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ, ഈ സോണിക് എന്ന് പറയുന്നത് ശബ്ദമായിട്ടുള്ള ഒരു കമ്പാരിസണാണ്. നമ്മൾ ഇപ്പം ഞാൻ സംസാരിക്കുന്ന ഈ ശബ്ദം നിങ്ങളിലൊക്കെ എത്തുന്നത് അത് 340, നിങ്ങൾക്കറിയാം 340 മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ 340 മീറ്റർ പോകും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ബോഡി ആ സ്പീഡിൽ പോകുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് സോണിക് കണ്ടീഷൻ അച്ചീവ് എന്ന് പറയും. അതിൻ്റെ താഴെയുള്ള സ്പീഡിൽ പോകുമ്പോൾ സബ്സോണിക്. മിക്കവാറും നമ്മുടെ എയർക്രാഫ്റ്റ്സ്, വണ്ടികളൊക്കെ പോകുന്നത് സബ്സോണിക്കാണ്. അതുപോലെ അതിനപ്പുറം പോകുന്നത് സൂപ്പർ സോണിക്. അതുകൊണ്ട് ഒരു 5 ടൈംസ് സ്പീഡ് ഓഫ് സൗണ്ട് ഒക്കെ നമ്മൾ സൂപ്പർ സോണിക് പറയും. 5 ടൈംസിനേക്കാൾ കൂടുതലാണെങ്കിൽ ഹൈപ്പർസോണിക് എന്ന് പറയും. അപ്പോൾ ഈ റോക്കറ്റുകളൊക്കെ സബ്സോണിക്കായിട്ട് തുടങ്ങി ട്രാൻസോണിക്, അതായത് സബ്സോണിക്കിൽ നിന്ന് സൂപ്പർ സോണിക്കിലേക്ക് കടക്കുന്ന ആ ഭാഗമാണ് ട്രാൻസോണിക്. അത് ശരിക്കും പറഞ്ഞാൽ എയറോസ്പേസ് എഞ്ചിനീയേഴ്സിന് ഭയങ്കരമായി ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന സമയമാണ് ആ സമയം. ആ സമയത്ത് ഈ ബോഡിക്കകത്തുള്ള വൈബ്രേഷൻസ്, ഷോക്ക്, അതുപോലെ നോയ്സ് ലെവലൊക്കെ വളരെ വളരെ കൂടും. ആ ഫേസ് ഏതാനും സെക്കൻഡിൽ കൊണ്ട് അത് കടന്നു കഴിഞ്ഞാൽ അത് സൂപ്പർ സോണിക്കായി. പിന്നെ 5 ടൈംസ്
സ്പീഡ് ഓഫ് സൗണ്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർസോണിക്കായി. ഇപ്പോൾ ഒരു റോക്കറ്റ് ഈ സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ 28, 29 മാക് നമ്പർ എന്ന് പറയുന്നത് ഈ പറയുന്ന വാഹനത്തിൻ്റെ വേഗത ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് സൗണ്ട്. അപ്പോൾ ഈ പറയുന്ന റോക്കറ്റ് ഹൈപ്പർസോണിക് കണ്ടീഷനിലേക്ക് റോക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഡക്റ്റ് തുറന്നു കഴിഞ്ഞാൽ എയർ അകത്തേക്ക് കയറും. ആ സ്പീഡ് കൊണ്ട് തന്നെ എയറിനെ കംപ്രസ് ചെയ്യാം. കാരണം നമ്മൾ എയർക്രാഫ്റ്റിലൊക്കെ കണ്ടില്ലേ, ആ വലിയ എഞ്ചിനകത്ത് ആദ്യമുള്ളത് കംപ്രസറാണ്. എയറിനെ എടുത്ത് കംപ്രസ് ചെയ്ത് അതിൻ്റെ പ്രഷർ കൂട്ടിയിട്ട് അതിനകത്തേക്ക് ഫ്യൂൽ ഇഞ്ചെക്ട് ചെയ്യുമ്പോഴാണ് അത് കത്തുന്നത്. അങ്ങനെയാണ് നമുക്ക് എനർജി കിട്ടുന്നത്. അതുപോലെ ഈ ഹൈപ്പർസോണിക് ആയിട്ടുള്ള പോകുന്നൊരു വാഹനത്തിനെ കൃത്യമായിട്ട് അതിൻ്റെ ഇൻടേക്ക് ഡിസൈൻ ചെയ്താൽ ആ സ്പീഡ് എഞ്ചിനകത്ത് കയറുമ്പോൾ സ്പീഡ് കുറഞ്ഞിട്ട് എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി, ഈ സ്പീഡ് പ്രഷറായിട്ട് മാറും. പ്രഷറായിട്ട് മാറുമ്പോൾ നമ്മൾ കെറസിൻ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷൻ, അങ്ങനെ എയർ ബ്രീത്തിങ് പ്രൊപ്പൽഷനും ഡെമോൺസ്ട്രേറ്റ് ചെയ്ത വർഷമാണ് കഴിഞ്ഞ വർഷം. അതുപോലെ തന്നെയായിരുന്നു ഈ ഗഗൻയാൻ ദൗത്യം. ഗഗൻയാൻ എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, നമ്മൾ 4 ആസ്ട്രോനോട്ട്സിനെ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ ട്രെയിനിങ് റഷ്യയിൽ കുറച്ച് ഭാഗം നടത്തി. ഇപ്പോൾ ബാംഗ്ലൂർ നമ്മൾ സ്ഥാപിച്ച ആസ്ട്രോനോട്ട് ട്രെയിനിങ് സെൻറ്ററിൽ എൻ്റെ ട്രെയിനിങ് നടക്കുകയാണ്. അതിൽ 2 പേര് ഇപ്പോൾ അമേരിക്കയിലാണ്. ഈ നമുക്കറിയാം എലൻ മസ്കിൻ്റെ സ്പേസ് എക്സ് ആ വാഹനത്തിൽ പോയി ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഡോക്ക് ചെയ്ത് അവിടെ കുറച്ച് ദിവസം താമസിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിൽ നമുക്ക് സ്പേസ് എക്സിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും നൂതനമായ വാഹനമാണ്. ആ വാഹനത്തിൽ പോകുമ്പോൾ അതിൽ കൂടെ എക്സ്പീരിയൻസ് കിട്ടുക, സ്പേസ് സ്റ്റേഷനിൽ പോവുക, തിരിച്ചു വരിക. ഈ സ്പേസ് സ്റ്റേഷനും ഇതുമായിട്ടുള്ള ഡോക്കിംഗ് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജി. നമ്മളിവിടെ നിന്ന് അയക്കുന്ന ഒരു വാഹനം അതുമായിട്ട് മീറ്റ് ചെയ്ത് അടുത്ത് വന്ന് ഡോക്ക് ചെയ്യുക. അപ്പോൾ ഈ ഡോക്കിംഗ് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് വളരെ കുറച്ച് രാജ്യങ്ങൾക്കേ കഴിവുള്ളൂ. അമേരിക്ക, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ ഡോക്ക് ചെയ്യാനുള്ള കഴിവുള്ളത്. എന്നാൽ നമ്മൾ ഈ 30-ാം തീയതി വിക്ഷേപിച്ച PSLV C60 അതിനകത്ത് 25 എക്സ്പെരിമെൻറ്റ്സാണ് ഉള്ളത്. അതിലെ പ്രധാന എക്സ്പെരിമെൻ്റാണ് 2 സാറ്റലൈറ്റ്, ഏതാണ്ട് 250 കിലോയോളമുള്ള 2 സാറ്റലൈറ്റിനെ ചെറിയൊരു വെലോസിറ്റി ഡിഫറൻസിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഏതാനും ദിവസങ്ങൾ, ഇപ്പോൾ ജനുവരി 7 രാവിലെ 9 മണിക്കാണ് ഡോക്കിംഗ് പ്ലാൻ ചെയ്യുന്നത്. ആ സാറ്റലൈറ്റ്സിനെ കൃത്യമായിട്ട് ത്രസ്റ്റേഴ്സ് ഫയർ ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഇപ്പോൾ ഈ സ്പേസിൽ വെച്ച് നമ്മളൊരു സാറ്റലൈറ്റിന് വെലോസിറ്റി ആഡ് ചെയ്താൽ എന്ത് പറ്റുമെന്നറിയാം? വെലോസിറ്റി ആഡ് ചെയ്താൽ അതിൻ്റെ ഓർബിറ്റ് മാറും. വെലോസിറ്റി കൂട്ടിയാൽ അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞാൽ ഓർബിറ്റ് ചേഞ്ച്. അപ്പോൾ 2 ബോഡി ഒരേ ലൈനിൽ കൊണ്ടുവരിക, എന്നിട്ട് വളരെ അടുത്ത് വരുമ്പോൾ വളരെ വേഗത കുറച്ച് അതിനെ മേറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് ടോർക്ക് ചെയ്യുക എന്നുള്ള പ്രോസസ്സാണ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ 7-ാം തീയതി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആ ടെക്നോളജി വളരെ വളരെ വൈറ്റലായിട്ടുള്ളൊരു ടെക്നോളജിയാണ്. വളരെ എന്താ പറയുക, ഫ്യൂച്ചർ നമ്മളിപ്പോൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നുള്ള നമ്മുടെ പ്രോജക്റ്റ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടേതായ സ്വയം സ്പേസ് സ്റ്റേഷൻ അത് ഇതുപോലെ Mark 3 എന്നുള്ള നമ്മുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള റോക്കറ്റ് ഉപയോഗിച്ച് പല ഘട്ടങ്ങളിലായിട്ട് ലോഞ്ച് ചെയ്തിട്ട് ഓട്ടോണോമസ് ആയിട്ട് ആൾക്കാരുടെ സഹായമില്ലാതെ അതിനെ കംപ്ലീറ്റ് ഡോക്ക് ചെയ്തിട്ട് വലിയ സ്റ്റേഷനാക്കുക. എന്നിട്ട് നമ്മുടെ ആസ്ട്രോനോട്ട്സ് അവിടെ പോയി താമസിക്കുക, മാസങ്ങളോളം താമസിക്കുക, റിസർച്ച് നടത്തുക, തിരിച്ചു വരിക. അപ്പോൾ അതിന് വേണ്ട ഒരു പ്രധാന ടെക്നോളജിയാണത്. അതുപോലെ മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ടെക്നോളജി, ആദ്യമായിട്ട് നമ്മൾ സ്പേസിൽ ലൈഫ് സയൻസസ് സ്റ്റഡീസ് നടത്തുകയാണ്. ഇപ്പോൾ ഈ വിട്ടിരിക്കുന്ന PSLV സാറ്റലൈറ്റ് വിക്ഷേപിച്ച് കഴിഞ്ഞാൽ PSLVയുടെ ആ ഫൈനൽ സ്റ്റേജ് നമുക്കറിയാം. ഒരു റോക്കറ്റിൻ്റെ ആ ഫൈനൽ സ്റ്റേജാണ് സാറ്റലൈറ്റിൻ്റെ ഓർബിറ്റിൽ എത്തിക്കുന്നത്. സാറ്റലൈറ്റ് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റേജും ഓർബിറ്റിൽ തന്നെയായിരിക്കും. സാധാരണഗതിയിൽ അതൊരു ഡെബ്രിയാണ്, അത് മറ്റുള്ള സാറ്റലൈറ്റിന് അപകടം ഉണ്ടാക്കാം. നമ്മളിപ്പം ലോകത്ത് ആരും ചെയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പെൻഡ് സ്റ്റേജിൽ കുറച്ച് സോളാർ പാനലും കുറച്ച് കൺട്രോൾ ത്രസ്റ്ററൊക്കെ വെച്ചിട്ട് ഇതിനെ ഒരു ഓർബിറ്റിംഗ് പ്ലാറ്റ്ഫോം ആക്കിയിട്ട് കുറച്ച് നാളും കൂടെ ഭൂമിക്ക് ചുറ്റും ഫലം വെക്കുക. ആ സമയത്ത് നമുക്ക് പല പല മൈക്രോഗ്രാവിറ്റി എക്സ്പെരിമെൻ്റ് നടത്താം. ഇന്ന് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന അതിന് പോയം എന്ന് നമ്മൾ പറയുന്ന PSLV ഓർബിറ്റിംഗ് എക്സ്പെരിമെൻ്റൽ മൊഡ്യൂളിൻ്റെ ഷോർട്ട് ഫോമാണ് പോയം, കവിത എന്നുള്ള പോയം. അതിൽ 10 എക്സ്പെരിമെൻ്റ് ഇപ്പോഴത്തെ നോൺ ഗവൺമെൻറ്റൽ എൻറ്റിറ്റീസ്, പല സ്റ്റാർട്ടപ്സ് ഉണ്ട്. നമുക്കറിയാം സ്പേസ് തുറന്നു കൊടുത്തതിന് ശേഷം 200-ൽ പരം സ്റ്റാർട്ടപ്സ് ഉണ്ട്. അതിലെ 10 സ്റ്റാർട്ടപ്സുകളുടെയാണ് 10 എക്സ്പെരിമെൻറ്റ്സ്. 14 ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസിൻ്റെ കീഴിലുള്ള പല ISRO സെൻറ്റേഴ്സ്, IIST പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ. ശരിക്കും പറഞ്ഞാൽ നിർമ്മല കോളേജിലും നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കതൊന്നിച്ച് വികസിപ്പിച്ച് അതിനൊരു സാറ്റലൈറ്റായിട്ട് ഇതുപോലെയുള്ള ഫ്യൂച്ചർ മിഷൻസിൽ പറപ്പിക്കാം. അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട എക്സ്പെരിമെൻ്റാണ് നമ്മൾ പയർ മുളപ്പിക്കുക എന്നുള്ളതാണ്. ചെറിയൊരു എക്സ്പെരിമെൻ്റാണ്. പക്ഷേ
നമുക്കൊരു ഗ്രാവിറ്റി, ഭൂമിയിൽ സൂര്യപ്രകാശം, ഗ്രാവിറ്റി, ഫോട്ടോസിന്തസിസ് എല്ലാം വളരെ നാച്ചുറലായിട്ട് നടക്കും. ഇവിടെ നമ്മൾ ഭൂമിയിൽ നടന്നൊരു ചെടി ഈസ് അണ്ടർ ഗ്രാവിറ്റിയാണ്, അതായത് ഇറ്റ് ഈസ് പുൾ ഡൗൺ ബൈ ഗ്രാവിറ്റി. നമ്മൾ സ്പേസിലെത്തുമ്പം ഈ സ്പേസിലുള്ള റോക്കറ്റായാലും മനുഷ്യരായാലും എല്ലാം ഇറ്റ് ഈസ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് കണ്ടിന്യൂസ് ഫ്രീ ഫോൾ. നമ്മളിപ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് താഴോട്ട് ചാടുമ്പോൾ ആ ചാടുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് സീറോയാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം കൺസീവ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഭാരവും വെയിറ്റും, മാസും വെയിറ്റും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഭാരമുണ്ട് നിങ്ങൾക്ക്, പക്ഷേ നിങ്ങളൊരു സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഗ്രാവിറ്റി താഴോട്ട് ആ മാസിനെ പുള്ളിയാണ്, M×G, അതാണ് വെയിറ്റായിട്ട് വരുന്നത്. പക്ഷേ ആ നിൽക്കുന്ന പ്ലാറ്റ്ഫോം അങ്ങ് മാറ്റിയാൽ നിങ്ങൾ ഫ്രീ ഫോളിംഗ് ആണ്, നിങ്ങൾക്ക് വെയിറ്റ് ഇല്ല, മാസുണ്ട്. ഈ വെയ്റ്റ്ലെസ്നെസ് കണ്ടീഷനിലാണ് നമ്മൾ സ്പേസിൽ എല്ലാവരും, ആസ്ട്രോനോട്ട്സ് അതെ, പ്ലാന്റ്സ് അതെ. ഈ വെയ്റ്റ്ലെസ്നെസ് കണ്ടീഷനിൽ എങ്ങനെ ഒരു പ്ലാന്റ് വളരും? കാരണം ഇവിടെ ഗ്രാവിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടാണ് വളരുന്നത്, അവിടെ ഗ്രാവിറ്റി ഇല്ല. കാരണം ഗ്രാവിറ്റി ഉണ്ട്, പക്ഷേ വെയ്റ്റ്ലെസ്നെസ് കണ്ടീഷനിലാണ്, അതിന് വെയിറ്റ് ഇല്ല, അതിന് വെയിറ്റ് അനുഭവപ്പെടുന്നില്ല. അങ്ങനെ പ്ലാന്റ്സ് പ്രകൃതി സ്പേസിൽ വളരുന്നതുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങൾ അവകാശപ്പെടുന്നത് അതിൻ്റെ ഈൽഡ് കൂടുതലാണ്, ഇതിൽ നിന്നുണ്ടായ തക്കാളികൾക്കൊക്കെ തക്കാളിക്കായൊക്കെ സൈസ് കൂടുതലാണ്. ഇങ്ങനെ പല അവകാശവാദങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്കും നമ്മുടേതായ പരീക്ഷണത്തിൽ കൂടെ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എത്ര ഇല വരെ മുളച്ചു. അപ്പോൾ അതിന് നമ്മളൊരു പ്രഷറൈസ്ഡ് ഒരു മൊഡ്യൂളാണ്. അതിനകത്ത് സൂര്യപ്രകാശം, നമുക്കറിയാം സ്പേസിൽ ഓരോ 1.5 മണിക്കൂറിലും ഒരു ഓർബിറ്റ് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അതിൽ 45 മിനിറ്റ് സൂര്യപ്രകാശമുള്ളൂ, 45 മിനിറ്റ് ഷാഡോയിൽ പോകും. നമുക്കിവിടെ 24 മണിക്കൂറാണ് ഒരു ദിവസം, 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയാണെങ്കിൽ അവിടെ 45 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൃത്രിമമായിട്ട് സൂര്യപ്രകാശത്തിൻ്റെ ആ സ്പെക്ട്രം അതിൽ സിമുലേറ്റ് ചെയ്യും, അതിനെ പ്രഷറൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി വളവും വെള്ളവും കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന പയർ മുളയ്ക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 2 പരീക്ഷണങ്ങൾ, 2 റോബോട്ടിക് ആം, കുട്ടികൾക്കൊക്കെ വളരെ താല്പര്യത്തോടെ ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. നമുക്ക് ഇതുപോലുള്ള ഓട്ടോണമസ് റോബോട്ട്സുകൾ ധാരാളം ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലൊന്ന് ഈ വേംസ്, അറിയാലോ, ഈ പുഴു പോകുന്ന പോലെ ഇങ്ങനെ ഇഞ്ച് ചെയ്ത് പോകുന്ന ഒരു റോബോട്ട്. അത് ഓൾറെഡി നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇസ്രോയുടെ സൈറ്റിൽ അതിൻ്റെ വീഡിയോ കാണാം. അതായത് ഒരു സ്ഥലത്ത് നിന്ന് അതിന് നടന്ന് പോകാം. ഇപ്പോൾ നമുക്കൊരു സ്പേസ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ ഒരു സ്ഥലത്തിരിക്കുന്ന റോബോട്ടിനെ വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതിന് ഇറ്റ് ക്യാൻ ബി കമാൻഡഡ് ടു മൂവ്, അവിടെ പോയിട്ട് ആ ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാധാരണ സ്പേസ് സ്റ്റേഷൻ്റെ നമുക്കറിയാം കനാം എന്നും പറഞ്ഞൊരു നീണ്ട ആമുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു സാറ്റലൈറ്റ് അതിൻ്റെ അടുത്ത് എത്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്പേസിലുള്ള ഒരു സാറ്റലൈറ്റിനെ പിടിച്ചിട്ട് അത് റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആം ഉപയോഗിച്ച് പിടിച്ച് അകത്ത് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്യും. അപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് വേറൊരു ഒരു സൈഡ് ഫിക്സഡ് ആയിട്ട് ആമുള്ള ഒരു റോബോട്ടുണ്ട്. അത് നമ്മൾ തന്നെ ഒരു ഡെബ്രി, സ്പേസ് ഡെബ്രിയെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനെ റിലീസ് ചെയ്തിട്ട് ഈ ആം വെച്ച് തിരിച്ചു പിടിച്ച് എങ്ങനെ സ്പേസിലെ ഒരു സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒരു ഡെബ്രിയെ തിരിച്ചു പിടിക്കാം. അങ്ങനെ നിരവധി ഇൻട്രസ്റ്റിംഗ് പരീക്ഷണങ്ങളുള്ള ഒരു മിഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ കണ്ട ഈ ചന്ദ്രയാൻ ലാൻഡിങ് ശരിക്കും പറഞ്ഞാൽ, ഇതിനെ സിംപിളി പറഞ്ഞാൽ ഫെൻറ്റാസ്റ്റിക് ഡെമോൺസ്ട്രേഷനാണ്. ശരിക്കും ഞാൻ ഇതുപോലെ ഒരു ഡെമോൺസ്ട്രേഷൻ കണ്ടില്ല. നമ്മളെല്ലാം കാണുന്നത് മനസ്സിലാണ്. ഈ കണ്ടതെല്ലാം നമുക്ക് മനസ്സിലേ ഉള്ളൂ. നമ്മളിപ്പോൾ കണ്ടല്ലോ, നേരത്തെ ഇവിടെ കാണിച്ച മൂവിയിലെ വീഡിയോ പോലെ ആനിമേഷനെ നമുക്ക് കാണാൻ പറ്റും. റിയൽ ടൈമിൽ വീഡിയോ എടുത്ത് ഒരു വീഡിയോഗ്രാഫറില്ല ഈ ലാൻഡിങ് സ്ഥലത്ത്. ഒരു സാറ്റലൈറ്റിനോ മൂണിന് ചുറ്റും കറങ്ങുന്ന സാറ്റലൈറ്റിനും ഇതെപ്പോഴും വിസിബിളല്ല, കാരണം അത് കറങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇന്ന് ഇവിടെ കണ്ടതിൽ വളരെ കൃത്യമായിട്ട് ഓരോ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിലും അത് വളരെ കൃത്യതയോടെ ഇതിനകത്ത് സ്വീകരിച്ച് ആ ലാൻഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ത്രില്ല്, അതുപോലെ അന്നേരം സംഭവിക്കുന്ന പുക. കാരണം ചന്ദ്രനിൽ നമ്മുടെ ഇവിടത്തേക്കായി ഗ്രാവിറ്റി 1/6 ഉള്ളൂ. അപ്പോൾ ഒരു വലിയ ഇഷ്യൂ ഈ നമുക്കറിയാം, ചന്ദ്രനിൽ എയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ത്രസ്റ്റേഴ്സിനെ വിപരീത ദിശയിൽ ഫയർ ചെയ്താണ് സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഡസ്റ്റിനെ ഇത് ഇളക്കി വിടും. ഈ ഡസ്റ്റ് പോയി വല്ലയിടത്തുമൊക്കെ ഇതൊരു തരം സ്റ്റിക്കി ഡസ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ലാൻഡ് ചെയ്ത ശേഷം കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഈ ഡസ്റ്റ് സെറ്റിൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യും. ഭൂമിയിൽ ഗ്രാവിറ്റിയേക്കാൾ കുറവായതുകൊണ്ട് സെറ്റിലിംഗ് ടൈം കൂടുതലാണ് മൂണിൽ, കുറച്ചേറെ സമയം വെയിറ്റ് ചെയ്യും. അതുകൊണ്ടാണ് പലരും ചോദിച്ചത് എന്തുകൊണ്ടാണ് റോവർ ഉടനെ ഇറങ്ങി വരാത്തത്. കാരണം നമുക്ക് ആ ഡസ്റ്റ് മുഴുവൻ സെറ്റിൽ ചെയ്യുന്ന സമയം എടുക്കണം. അതിനുശേഷം ഒരു റാമ്പിൽ കൂടെ റോവർ ഇറങ്ങി വരിക. എന്നിട്ട് ആ കാണുന്നതാണ്, ആ റോവറിൻ്റെ മുകളിലിരിക്കുന്നതാണ് സോളാർ പാനൽ. അതാണ് റോവറിന് ആവശ്യമുള്ള പവർ ജനറേറ്റ് ചെയ്യുന്നത്. അതിന് അപ്പോൾ തീർച്ചയായിട്ടും അതിന് പോകാനുള്ള ലിമിറ്റേഷൻ ഉണ്ട്. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ റോവർ ലാൻഡറിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ലാൻഡറാണ് നേരെ നമുക്ക് ബയലാലുവിൽ 32 മീറ്റർ ഡയമീറ്ററുള്ള ഒരു ഹ്യൂജ് ആൻറ്റിനുണ്ട്. ആ ആൻറ്റിനാണ് ഇതുപോലുള്ള ഫീബിൾ സിഗ്നലിനെ പിടിച്ച് നമുക്ക് ആവശ്യമുള്ള ഡേറ്റ തരുന്നത്. അപ്പോൾ ഈ പറയുന്ന പ്രജ്ഞാൻ എന്ന് പറയുന്ന റോവറിന്
നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് വളരെ ഈ ഒരു ടെക്നോളജി വിചാരിക്കും എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഇത്രയും പാടുപെട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ പല ടെക്നോളജികളുണ്ട്. ഒന്നിപ്പോൾ നമ്മൾ പോയി ലാൻഡ് ചെയ്തു, ഈ റോവർ ആവശ്യത്തിന് സഞ്ചരിച്ച് ഡേറ്റ എടുത്തു. ഈ റോവറിൽ പലതരം എക്സ്പെരിമെൻ്റ് ഉണ്ട്. അതിലൊന്നായിരുന്നു ഒരു പ്രോബ് മൂണിൻ്റെ സർഫസിലേക്ക് ഇറക്കിയിട്ട് ടെമ്പറേച്ചർ നോക്കുക. അതിൻ്റെ സർഫസ് ടെമ്പറേച്ചറും താഴെയുള്ള ടെമ്പറേച്ചർ. വളരെ ഇൻട്രസ്റ്റിംഗ് റിസൾട്ടാണ്. ഒരു 10 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ ഏതാണ്ട് 50 ഡിഗ്രി സെൻറ്റിഗ്രേഡോളം ഡിഫറൻസ് ഉണ്ട്. നമ്മുടെ ഭൂമിയിൽ അതില്ല. ഭൂമിയിലിപ്പോൾ ഒരു തൂമ്പ കൊണ്ട് മണ്ണ് കുഴച്ച് കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ സെയിമാണ്. അതിൻ്റെ അർത്ഥം ഈ റിഗോലിത്ത്, അതായത് ചന്ദ്രൻ്റെ സർഫസിലെ മണ്ണിനാണ് പറയുന്നത്. റിഗോലിത്ത് തെർമലി വളരെ നല്ല പ്രോപ്പർട്ടീസ് ഉള്ളതാണ്. ഒരു തെർമൽ ഇൻസുലേറ്ററായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിവുള്ളതാണ്. അതുപോലെ ഈ റോവറിൻ്റെ ഓട്ടോണോമസ് മൂവ്മെൻറ്റ്, സോഫ്റ്റ് ലാൻഡിങ്, ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ പരീക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാത്ത 2 പരീക്ഷണങ്ങൾ ചെയ്തു. കാരണം അവിടുത്തെ ഒരു ഡേ, ലൂനാർ ഡേ എന്ന് പറയുന്നത് ഏതാണ്ട് 14 ദിവസമാണ്. 14 ദിവസമേ നമുക്ക് സൂര്യപ്രകാശമുള്ളൂ. സൂര്യപ്രകാശം ഉണ്ടല്ലേ ഈ സോളാർ പാനൽ പവർ ജനറേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ 14 ദിവസം വളരെ തീക്ഷ്ണമായ തണുപ്പും അതുപോലെ തന്നെ റേഡിയേഷനൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഡിസൈൻ ചെയ്ത ഇലക്ട്രോണിക്സ് അത് സർവൈവ് ചെയ്യില്ല. അതുകൊണ്ടാണ് 14 ദിവസമായിട്ട് നിജപ്പെടുത്തിയത്. അപ്പോൾ അതിൻ്റെ എൻഡ് ഓഫ് 14 ഡേയ്സ് നമ്മൾ വിചാരിച്ചു ഏതായാലും ഈ പ്രൊപ്പൽഷനും ഇലക്ട്രോണിക്സും ഒക്കെ ഉണ്ടല്ലോ, നമുക്കതിനെ ഒന്നുകൂടെ ഫയർ ചെയ്ത് ഒന്നുകൂടെ ലിഫ്റ്റ് ചെയ്യുക. ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് നേരത്തെ പ്ലാൻ ചെയ്തതല്ല. അങ്ങനെ നമ്മളത് കൃത്യമായിട്ട് അതിനെ ഒന്നുകൂടെ റേസ് ചെയ്ത് സ്വല്പം ലാറ്ററലായിട്ട് മൂവിയിട്ട് വീണ്ടും സോഫ്റ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ ഒരു ടെക്നോളജി കൂടെ നമ്മളവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. ഒരു കാലത്ത് നമ്മളവിടെ ലാൻഡ് ചെയ്ത് സാമ്പിൾ എടുത്തുകൊണ്ട് തിരിച്ചു വരണമെങ്കിൽ പ്രൊപ്പൽഷൻ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ അതിനെ വീണ്ടും സോഫ്റ്റ് ലാൻഡ് ചെയ്യാം. മാത്രമല്ല ഈ ചന്ദ്രന് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്ന ഓർബിറ്ററിനെ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അതിനെ മാറ്റി ഭൂമിക്ക് ചുറ്റും മാറ്റി. അതായത് 2 ടെക്നോളജി. നാളെ നമ്മളിപ്പോൾ ഒരു ചന്ദ്രനിൽ നിന്ന് സാമ്പിൾ കളക്ട് ചെയ്ത് വരണമെങ്കിൽ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, 2 ചന്ദ്രൻ്റെ ഗ്രാവിറ്റിയിൽ നിന്ന് എങ്ങനെ മൂണിൻ്റെ ഗ്രാവിറ്റിയിലേക്ക് മാറാം. ഇപ്പോൾ നമുക്കിപ്പോൾ ഗവൺമെൻറ് ഓൾറെഡി ചന്ദ്രൻ്റെ സാമ്പിൾ റിട്ടേൺ മിഷൻ അപ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതായത് Mark 3 വെഹിക്കിൾ ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്നും അവിടെ ഇതുപോലെ സോഫ്റ്റ് ലാൻഡ് ചെയ്യും. സോഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ റോബോട്ടിക് ആംസ് ആവശ്യമുള്ളിടത്ത് നിന്ന് സാമ്പിൾ പിക്ക് ചെയ്യും. എന്നിട്ട് അതൊരു കണ്ടെയ്നറിലേക്കാക്കി ടൈറ്റാക്കി സീൽ ചെയ്തിട്ട് ഈ ലാൻഡറിൽ കൊണ്ടുവരും. ആ ലാൻഡറിൻ്റെ ഒരു ഭാഗം ലാൻഡറിൽ നിന്നും വേർപെട്ടിട്ട് അതിൻ്റെ പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് മൂണിന് ചുറ്റും വന്നിട്ട് മൂണിൽ ഓർബിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റുമായിട്ട് ഡോക്ക് ചെയ്തതിന് ശേഷം ഇവർ രണ്ടും കൂടെ തിരിച്ച് പ്രൊപ്പൽഷൻ ഉപയോഗിച്ച് ഭൂമിയിൽ വന്ന് പുനഃപ്രവേശനം നടത്തി കൃത്യമായി പാരച്യൂട്ട് ഉപയോഗിച്ച് ലാൻഡ് ചെയ്ത് ഈ സാമ്പിളുകൾ തിരിച്ചു കൊണ്ടുവരിക. 2028 അത് നടത്തുവാനുള്ള പരിപാടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് മാഴ്സ്. നമുക്കറിയാം ഭൂമി കുമാരൻ എന്ന് പറയുന്നത് മാഴ്സിനെ കുറിച്ച്. ഈ സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളിൽ ഭൂമിയുമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ടെങ്കിൽ മനുഷ്യൻ എന്തെങ്കിലും ഒരു കാലത്ത് പോയി താമസിക്കാൻ പറ്റുമെങ്കിൽ അത് മാഴ്സ് മാത്രമെന്നാണ് പറയുന്നത്. മാഴ്സിലെ അന്തരീക്ഷം അത്ര നല്ലതല്ല. കാരണം മാഴ്സിൻ്റെ ഗ്രാവിറ്റി ഏതാണ്ട് അടുത്ത ഭൂമിയോടാണ്. സാമ്യമുള്ളത് ഡേ ആൻഡ് നൈറ്റ് ഏകദേശം മാഴ്സും എർത്തും ഒരുപോലെയാണ്. പക്ഷേ മാഴ്സിൻ്റെ അറ്റ്മോസ്ഫിയർ നമ്മുടെ ഇതിനേക്കായി വളരെ തിന്നാണ്. 1/100 എന്ന് വെച്ചാൽ ഇവിടെ 1 ബാർ ഉണ്ടെങ്കിൽ അവിടെ 0.01 ബാറേ ഉള്ളൂ. അതും കാർബൺ ഡൈ ഓക്സൈഡാണ്. അവിടെ പോയി ജീവിക്കണമെങ്കിൽ നമുക്കതിന് വേണ്ട പ്രത്യേക ടെക്നോളജി വേണം. പക്ഷേ എങ്ങനെ അതുപോലൊരു ഗ്രഹത്തിൽ റീ എൻട്രി ചെയ്ത് സോഫ്റ്റ് ലാൻഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി നാസയുടെ ഒരു ഹെലികോപ്റ്റർ അത് മാഴ്സിൽ കൂടെ പറന്ന് പല ഡേറ്റയൊക്കെ എടുത്ത് നിങ്ങൾ വായിച്ച് കാണും. അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ നമുക്കറിയാം ഇപ്പോഴത്തെ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സാണ്. നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത നമ്പറാണ്. ലൈറ്റ് ഇയർ എന്ന് പറയുന്നത് തന്നെ ലൈറ്റിൻ്റെ സ്പീഡ് നിങ്ങൾക്കറിയാം. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പോകും. അതായത് ചന്ദ്രനിൽ നിന്നൊക്കെ ഒരു ഈ ഡേറ്റയൊക്കെ സെൻഡ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ട്രാവൽ ചെയ്യുന്ന ലൈറ്റിൻ്റെ സ്പീഡിലാണ്. അത് 3 സെക്കൻഡോളം എടുക്കും ഭൂമിയിലെത്താനായിട്ട്. മാഴ്സിൽ നിന്നാണെങ്കിൽ മിനിറ്റ്സ് എടുക്കും. സൂര്യനിൽ നിന്നുള്ള പ്രകാശം ഇവിടെ എത്തണമെങ്കിൽ അതിൻ്റെ 8.5 മിനിറ്റ് എടുക്കും. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സൈസ് വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ലൈറ്റിൻ്റെ സ്പീഡ് ഒന്നുമല്ല. അതാണ് ഒരു സെക്കൻഡിൽ 3 ലക്ഷം പോകുന്ന ആ ലൈറ്റ് ഒരു ദിവസം, ഒരു മാസം, ഒരു വർഷം, അതാണ് ഒരു വർഷം ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന ഒരു ഹ്യൂജ് നമ്പറാണ്. ട്രില്യൺസ് ഓഫ് കിലോമീറ്ററാണ്. ഇത്തരം ലൈറ്റ് ഇയേഴ്സ് അകലെയാണ് ഈ പ്രപഞ്ചത്തിലെ പല വസ്തുക്കൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഒബ്സർവബിൾ യൂണിവേഴ്സ് മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു സിഗ്നൽ എത്തിച്ചേർന്നിട്ടുള്ളത് 93 ബില്യൺ. ബില്യൺ എന്ന് പറയുന്നത് 10⁹9 ആണ്. 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ്. അപ്പോൾ മൈൻഡ് ബോഗ്ലിംഗ് നമ്പറാണ്. നമുക്ക് മനസ്സിൽ വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത അത്രയ്ക്ക് വിസ്തൃതമാണ് നമ്മൾ പറയുന്ന ഈ പ്രപഞ്ചം.
ആ പ്രപഞ്ചത്തിൽ നമ്മുടെ ഈ സോളാർ സിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ഈ മിൽക്കി വേ എന്ന് പറയുന്ന ക്ഷീരപഥം എന്ന് പറയുന്ന ഗാലക്സി, ഇതുപോലെ കോടിക്കണക്കിന് ഗാലക്സികൾ, കോടിക്കണക്കിന് ഭൂമിയെപ്പോലുള്ള പ്ലാനറ്റ്, ഇതിനെ നമ്മൾ പറയുന്ന എക്സോ പ്ലാനറ്റ്സ്, എത്രയോ 5000-ഓളം എക്സോ പ്ലാനറ്റ്സുകളെ കണ്ടുപിടിച്ചു. പക്ഷേ അവരെല്ലാം ലൈറ്റ് ഇയേഴ്സ് അകലെയാണ്. നമ്മുടെ ഇന്നത്തെ പ്രൊപ്പൽഷൻ ടെക്നോളജി വെച്ച് നമുക്കവിടെ ചെല്ലണമെങ്കിൽ തന്നെ വർഷങ്ങളെടുക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യ നമ്മൾ ഇത്രയൊക്കെ വികസിച്ചു എന്ന് പറഞ്ഞാലും പ്രപഞ്ചത്തിൻ്റെ അതിരുകൾ, ഇപ്പം അമേരിക്ക വിട്ട വോയേജർ 1 ഈ പറയുന്ന സോളാർ സിസ്റ്റം ക്രോസ് ചെയ്തേ ഉള്ളൂ. സോളാർ സിസ്റ്റം ക്രോസ് ചെയ്യാനായിട്ട് 50 വർഷത്തോളം എടുത്തു. നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലുള്ള ട്രാവലിന് ഉപയോഗിക്കുന്നതെല്ലാം ഈ ഗ്രാവിറ്റി ഓഫ് ദ പ്ലാനറ്റ്സ് ആണ്. ഇങ്ങനെ ആ ഗ്രാവിറ്റി ഉപയോഗിച്ച് കടന്നു പോവുകയാണ്. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫയർ ചെയ്യാവുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്രൊപ്പൽഷൻ സിസ്റ്റം ഇപ്പോഴില്ല നമ്മുടെ കയ്യിൽ. ഇപ്പോഴത്തെ കൺവെൻഷണൽ പ്രൊപ്പൽഷൻ സിസ്റ്റം വെച്ചാൽ ടൺ കണക്കിന് പ്രൊപ്പല്ലൻ്റ് കൊണ്ടുപോകണം. അത് പ്രാക്ടിക്കലി സാധ്യമല്ല. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരീക്ഷണങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ നമ്മുടെ ഇപ്പോൾ ആർട്സ്, സയൻസ്, എൻജിനീയറിങ് ഇതെല്ലാം തമ്മിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള വെട്ടിമുറിക്കും. നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ ഇതെല്ലാം പറഞ്ഞ് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട് ഇതാണ് നല്ലത് അതാണ് നല്ലതെന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ശരീരം തന്നെ ഒരു എക്സാമ്പിളാണ്. ഇതിനകത്ത് എല്ലാ ബ്രാഞ്ചസ് ഓഫ് എഞ്ചിനീയറിംഗും ഉണ്ട്. ഇവിടെ ബയോ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, മെക്കാട്രോണിക്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ചിപ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറയുന്നത്. ആർട്സ് സയൻസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാം കോമൺ ആയിട്ടുള്ളത് ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങൾ എത്രത്തോളം ക്രിയേറ്റീവാണ് അതാണ് ഇതിലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം ലിയോണാർഡോ ഡാവിഞ്ചിയുടെ ഇടയ്ക്ക് നേരത്തെ കാണിച്ചു. അദ്ദേഹം ഒരു ആർട്ടിസ്റ്റായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എത്രയോ നോവൽ ഐഡിയാസ്, പാരച്യൂട്ട് എന്നുള്ള ആ ടെക്നോളജി ആദ്യം പ്രപ്പോസ് ചെയ്ത് ഡാവിഞ്ചിയാണ്. അതുപോലെ തന്നെ മെഷീൻ ഗൺ, അതായത് ഒരു കാറിൽ ഗൺ വെച്ച് പോവുക എന്നുള്ള ആ സങ്കല്പം, അതായത് 15-ാം നൂറ്റാണ്ടിലെ കാര്യമാണ് പറയുന്നത്. അതുപോലെ പല മേഖലയിലും ഡാവിഞ്ചി എന്നുള്ള ആർട്ടിസ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞു. അവിടെ വേണ്ടത് ക്രിയേറ്റിവിറ്റിയാണ്. നമ്മൾ പഠിക്കുന്നത് ഏതായാലും കൊള്ളാം. ഇപ്പം തന്നെ നമുക്ക് അറിയാം, ലോക പ്രശസ്ത ലിക്വിഡ് പ്രൊപ്പൽഷൻ ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ഗോഡാർഡ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ലിക്വിഡ് പ്രൊപ്പൽഷൻ നടത്തിയത് അമേരിക്കയിൽ. അതിനുശേഷമാണ് ലിക്വിഡ് പ്രൊപ്പൽഷൻ റോക്കറ്റ് വന്നത്. അദ്ദേഹം ഒരു ഫിസിസ്റ്റാണ്. ഫിസിക്സ് മാത്സുമാണ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. എന്തിന് അവിടെ വരെ പോകണം? നമ്മുടെ ആദ്യത്തെ പ്രൊഫസർ സതീഷ് ധവാൻ IASCയുടെ ഡയറക്ടറായിരുന്നു. പുള്ളി ഇസ്രോയുടെ ഡയറക്ടറായിരുന്നു കുറേയേറെ നാൾ. അദ്ദേഹത്തിൻ്റെയും ബാച്ചിലർ ഡിഗ്രി എന്ന് പറയുന്നത് ഫിസിക്സും മാത്സുമാണ്. കസ്തൂരി രംഗൻ ഫിസിക്സ് മാത്സാണ്. പ്രൊഫസർ UR റാവു ഫിസിക്സ് മാത്സാണ്. ആക്ച്വലി ഞങ്ങളൊക്കെയാണ് മിസ്നോമേഴ്സായിട്ട് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അപ്പം ആർട്സ് സയൻസ് എന്ന് പറയുന്നതും സയൻസും ടെക്നോളജി എന്ന് പറയുന്നതിൻ്റെ ഒന്നും ബൗണ്ടറികൾ വരയ്ക്കേണ്ട. നിങ്ങൾക്കും നിങ്ങളുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും നിങ്ങൾ ഈ കുട്ടികളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള ഇത്രേ ഉള്ളൂ. നമുക്ക് ഒരു രംഗവും മോശമല്ല. അവിടെ പോയി നമ്മളേതായ രീതിയിൽ നോവലായിട്ട് നമ്മളൊരു കാര്യം നടത്തിയാൽ അതിനുള്ള അംഗീകാരം കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു നമുക്കറിയാം, ഒരു ഊഞ്ഞാൽ ആട്ടുമ്പം ഊഞ്ഞാലിനെ ഒന്ന് ആട്ടി വിട്ടാൽ കുട്ടികളെയൊക്കെ നമ്മൾ തൊട്ടിൽ കിടത്തിയിട്ടില്ലേ, ഒന്ന് ആട്ടിയിട്ടങ്ങ് പോകും. അത് തന്നെ ആടിക്കൊണ്ടിരിക്കുക. അതിനാണ് നമ്മളതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് ആ ഫ്രീക്വൻസിയിൽ, ആ ഒരു ആവൃത്തിയിൽ ആ ഊഞ്ഞാലിന് ആടാനായിട്ട് എനർജി ആവശ്യമില്ല. ആ എനർജി കാലക്രമേണ അതിൻ്റെ മുകളിലുള്ള ഹിഞ്ചിലുള്ള ഫ്രിക്ഷൻ കൊണ്ടാണ് അത് കുറഞ്ഞ് ഇല്ലാതാകുക. അല്ലെങ്കിൽ അപ്പം നമ്മൾ പോയി ഒന്നുകൂടെ തട്ടിക്കൊടുക്കും. അപ്പോൾ എല്ലാ സിസ്റ്റത്തിനും എല്ലാ മനുഷ്യർക്കും ഉണ്ട് അതുപോലെ നാച്ചുറലായിട്ടുള്ളൊരു ഫ്രീക്വൻസി. അതിൽ ആ ഫ്രീക്വൻസിയാണ് നിങ്ങളുടെ ജോലിയിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം എഫർട്ടോടുകൂടി മാക്സിമമായിട്ട് നിങ്ങൾക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ യേശുദാസിനെ സംഗീതജ്ഞനാക്കിയത്, യേശുദാസിൻ്റെ ആ ആഗ്രഹവും പുള്ളി എത്തിയ പ്രൊഫഷൻ ഒരുപോലെയാണ്. സച്ചിൻ തെണ്ടുൽക്കറെ ഒരു ബാറ്റ്സ്മാൻ ആക്കിയതും അതുപോലെയാണ്. അല്ലെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ പാടാൻ പോവുകയോ യേശുദാസ് ക്രിക്കറ്റ് കളിക്കാനോ പോയിരുന്നെങ്കിൽ സിറ്റുവേഷൻ വേറെ ആകുമായിരുന്നു. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ആ ആവൃത്തി, എനിക്ക് ഏതാണ് ഇഷ്ടം. അവിടെ പിയർ പ്രഷർ, പേരൻസ്, ടീച്ചേഴ്സൊന്നുമല്ല നോക്കണ്ടേ, എനിക്ക് ഏതാണ് ഇഷ്ടം. അത് വളരെ പാഷനേറ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ മേഖലയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അത് കണ്ടുപിടിക്കാനാണ് ഈ സ്കൂളും കോളേജും അതുപോലെ അധ്യാപകരും ഒക്കെ നമുക്ക് സഹായിക്കേണ്ടത്. ഐ ആം ഷുവർ അങ്ങനെയുള്ള തീർച്ചയായിട്ടും ഇവിടുത്തെ ലീഡർഷിപ്പ് അങ്ങനെയുള്ള സഹായം നിങ്ങൾക്ക് തരുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള യാത്രയിൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാവും. ആ സംശയങ്ങൾ തീർച്ചയായിട്ടും അറിവുള്ളവരുമായിട്ട് നിവർത്തിക്കും. ഇപ്പോൾ എനിക്ക് നിർമ്മല വിജ്ഞാൻ പുരസ്കാരം എന്ന് പറയും. നമ്മൾ പറയില്ലേ, വിജ്ഞാനം എന്ന് പറയുന്നത് 2 തരം അറിവുണ്ട്. ഒന്ന് അറിവ്, ഇപ്പം തീയിൽ കൈ തൊട്ടാൽ അല്ലെങ്കിൽ ഒരു മെഴുകുതിരി തൊട്ടാൽ കൈ പൊള്ളും, അതൊരറിവാണ്.
പക്ഷേ നിങ്ങൾ ആരെങ്കിലും പോയി ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് തീ നിങ്ങളെ പൊള്ളിച്ചത്. അവിടെയാണ് ആ വിജ്ഞാനം വരുന്നത്. അതായത് അനുഭവത്തിൽ കൂടെയുള്ള അറിവാണ് ആ വിജ്ഞാനം. അപ്പോൾ നിങ്ങളിപ്പോൾ കിട്ടുന്നതെല്ലാം പുസ്തകത്തിലെ അറിവുകളാണ്, നോളജാണ്. അതിനാണ് അതിൻ്റെ അവസാനം ചില എക്സസൈസുകൾ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പം നിങ്ങൾക്ക് അതിൻ്റെ അനുഭവം കിട്ടും. അതായത് നിങ്ങൾക്ക് വിജ്ഞാനമാവും, അത് മനസ്സിൽ പതിയും, പിന്നെ ഒരിക്കലും മറക്കില്ല. അതുകൊണ്ട് സ്കൂളിലെ ഇത്തരം സന്ദർഭങ്ങൾ, ഇതുപോലുള്ള ആവശ്യത്തിന് ഇതുപോലുള്ള എന്താ പറയുക ഇൻട്രാക്ഷൻസ് ഉപയോഗിക്കുക. കാരണം ഞങ്ങളിപ്പോൾ പറയുമ്പോൾ ISRO അച്ചീവ് ചെയ്യുന്ന പറയുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ എന്നുള്ള നിലയ്ക്കല്ല, VSSC ഡയറക്ടർ എന്നുള്ള നിലയ്ക്കാണ്. VSSC ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് VSSCക്ക് അല്ലെങ്കിൽ ISROയ്ക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ കൂടെയുള്ള 17,000 ആൾക്കാരും വർക്ക് ചെയ്യണം. ഇവിടെ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ടീം വർക്കിനെയാണ്. ശരിക്കും നിങ്ങൾ സ്കൂളുകളിലും അല്ലെങ്കിൽ നിങ്ങൾ കോളേജുകളിലൊക്കെ പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പം അതിന് ടീം ഉണ്ടാക്കുമ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ട ശരിക്കും എങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ കഴിവുകളനുസരിച്ച് ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെ പലർക്കും അത് ചെയ്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് റിസൾട്ട് ആക്കാം. അതിനാണ് ഈ പ്രോജക്റ്റ് വർക്ക് എന്ന് പറയുന്നത്. നിങ്ങളുടെ ടീം വർക്കിൻ്റെ ആ ഒരു കഴിവ് കാണിക്കാനാണ് പ്രോജക്റ്റ് വർക്കുകൾ. അവിടെ തമ്മിൽ വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ അവന് ഞാൻ ഇത് കൊടുക്കില്ല, ഞാനത് കൊടുക്കില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സെൽഫ് ഡിസ്ട്രക്റ്റീവാണ്. നോളജ് നമ്മൾ ഷെയർ ചെയ്യണം. കാരണം ഒരു പേപ്പർ അല്ല ഒരു ടെക്നിക്കൽ പേപ്പർ ഒരാൾ വായിക്കുന്നതും വേറൊരാൾ വായിക്കുന്നതും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബെസ്റ്റ് റിസൾട്ട് വേണമെങ്കിൽ എല്ലാവർക്കും വളരാൻ പറ്റിയ ബെസ്റ്റ് എൻവറോൺമെൻറ്റ് കൊടുക്കണം. നമ്മൾ പറയില്ലേ ആമസോൺ കാടുകൾ എന്ന് പറയുന്ന പോലെ എന്തും വളരുന്ന ഒരു എക്കോസിസ്റ്റമാണ് അവിടെ. അത് അവിടെ താനേ വളരും. അങ്ങനെയുള്ള എക്കോസിസ്റ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാകുന്നത്. ISRO പോലുള്ള ഓർഗനൈസേഷനിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രൊഫസർ സതീഷ് ധവാൻ അല്ലെങ്കിൽ ഡോക്ടർ വിക്രം സാരാഭായി അവർ സൃഷ്ടിച്ച ഒരു പ്രത്യേക എക്കോസിസ്റ്റം ഉണ്ട് അവിടെ. ഒരു ട്രാൻസ്പെറൻസി, അവിടെ എന്തും ചോദിക്കാനുള്ള കഴിവ്. ഒരു ടെക്നീഷ്യനോ അല്ലെങ്കിൽ ഒരു എൻജിനീയർക്കോ ആർക്ക് വേണമെങ്കിലും എന്തും ചോദിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ അവർ തരുന്ന ആ ഒരു ചില പാഠങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ഒരുപക്ഷെ കുറച്ച് പേർക്കെങ്കിലും അറിയാം, ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്കറിയില്ല. SLVയുടെ പ്രോജക്റ്റ് ഡയറക്ടറായിരുന്നു അബ്ദുൽ കലാം. ആദ്യത്തെ പരീക്ഷണം ഒരു പരാജയമായിരുന്നു. അപ്പോൾ അന്നും എന്നും പത്രക്കാരിതിനെക്കുറിച്ച് എഴുതും. അപ്പോൾ അന്ന് മീഡിയ കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഫെയിലിയറായിട്ടൊരു പ്രോജക്റ്റ് ഡയറക്ടർ പോയി മീഡിയ ഫേസ് ചെയ്യുന്ന വളരെ വിഷമകരമായ കാര്യമാണ്. അപ്പോൾ പ്രൊഫസർ സതീഷ് ധവാൻ വന്ന് കലാമിനെ പാറ്റിയിട്ട് പറഞ്ഞു, യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്, നിങ്ങൾ കഴിഞ്ഞ ഇത്ര മാസങ്ങളായിട്ട് വർക്ക് ചെയ്യല്ലേ, ഐ വിൽ ഫേസ് ദ മീഡിയ. അങ്ങനെ അദ്ദേഹമാണ് മീഡിയയെ ഫേസ് ചെയ്ത് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു. അടുത്ത അറ്റംപ്റ്റിൽ SLV സക്സസ് ആയി. ആ സമയത്തേക്ക് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇനി യു ഗോ ആൻഡ് അറ്റൻഡ് ദ മീഡിയ, ഐ വിൽ ജസ്റ്റ് വിഡ്രോ. അതാണ് ലീഡർഷിപ്പ് ബൈ എക്സാമ്പിൾ. അങ്ങനെ നമ്മളെല്ലാവരും നമ്മുടെ ബെസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം സക്സസ് എന്നുള്ളത് താനേ വരും. ഇപ്പോൾ ചന്ദ്രയാൻ 2ൻ്റെ ഫെയിലിയർ കാണിച്ചു. ഒരു മിഷൻ സക്സസ് ആവണമെങ്കിൽ പലതും സംഭവിക്കണം. ഇപ്പോൾ ചന്ദ്രയാൻ 2 ഒരു നിയർ മിസ്സാണ്. ഏതാണ്ട് ഒരു 1.2 കിലോമീറ്റർ വരെ എത്തി. അവിടെ ആകപ്പാടെ പറ്റിയത് ഈ ത്രസ്റ്റേഴ്സ് തമ്മിൽ പല ത്രസ്റ്റേഴ്സ് ഫയർ ചെയ്യും. അതിൻ്റെ ആ ഡിഫറൻഷ്യൽ ത്രസ്റ്റ് കൊണ്ട് ഈ സാധനം അല്പം തിരിഞ്ഞുപോയി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാറിപ്പോയി. അത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഡിഫറൻഷ്യൽ ത്രസ്റ്റ് ആയിരുന്നു വൺ ഓഫ് ദ റീസൺസ്. അത് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ ചന്ദ്രയാൻ 2 തന്നെ സക്സസ് ആയിരുന്നു. ഇപ്പോൾ ഈ ചന്ദ്രയാൻ നമ്മൾ പറയുന്നു സൗത്ത് പോളിൽ പോയി ലാൻഡ് ചെയ്തു. എന്താണ് ഈ സൗത്ത് പോളിൽ പോയി ലാൻഡ് ചെയ്തത്? ഇപ്പം 6 ചാന്ദ്ര ദൗത്യങ്ങൾ അമേരിക്ക നടത്തി. 12 പേര് മുകളിൽ നടന്നിട്ടുണ്ട്. പലരും പറയുന്നു അത് നടന്നിട്ടില്ല, അമേരിക്ക ആളെ വിട്ടിട്ടില്ല, ഇത് വെറും എന്താ പറയുക ഒരു കൺകെട്ട് വിദ്യയാണെന്ന് പറയുന്നു. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു മിഷൻ, ഇപ്പം ഞാൻ ഇപ്പോൾ 30-ാം തീയതി നടന്ന മിഷൻ എനിക്ക് പറയാൻ പറ്റുമോ? ഒരു 300-400 പേരാണ് ഒരു മിഷനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിനകത്ത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് ഞാൻ വിടാതെ വിട്ടു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമേരിക്ക ചന്ദ്രനിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള ചോദ്യം, പിന്നെ എന്തുകൊണ്ട് അവർ പിന്നെ ലാൻഡ് ചെയ്യാത്ത, അല്ലെങ്കിൽ ഇപ്പോഴവർ ലാൻഡ് ചെയ്യാനായിട്ട് ഇത്ര സമയമെടുക്കുന്നത് എന്താ? അതിൻ്റെ കാരണം 60കളിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ വളരെ ശക്തമായ ശീതസമരമായിരുന്നു. ആക്ച്വലി ആ ശീതസമരത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഉപോൽപ്പന്നം എത്രയോ നല്ല ബൃഹത്തായ സ്പേസ് പ്രോഗ്രാംസാണ്. സ്പേസ് സ്റ്റേഷൻ, സ്പേസ് ഷട്ടിൽ, ലാൻഡിങ് ഓൺ മൂൺ, സോ മെനി, ഫസ്റ്റ് സ്പേസ് വാക്ക്, ഇതെല്ലാം ഇവർ തമ്മിലുള്ള കിടമത്സരത്തിൽ നിന്നും ഉതിർന്നു വന്നതാണ്. അങ്ങനെ ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിലെ ഫസ്റ്റ് മാൻ ഇൻ സ്പേസ്, ഫസ്റ്റ് വുമൺ ഇൻ സ്പേസ്, ഫസ്റ്റ് സ്പേസ് വാക്ക്, അല്ലെ ഫസ്റ്റ് സ്പേസ് സ്റ്റേഷൻ, ഇതെല്ലാം റഷ്യ നേടിയപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് അനൗൺസ് ചെയ്ത് ഈ ഡെക്കേഡ് തീരുന്നതിന് മുമ്പ് ഒരു അമേരിക്കൻസ് വിൽ ബി ഓൺ ദ മൂൺ. അപ്പോൾ അത് സാധിക്കുക എന്നുള്ളതാണ്. അവിടെ ഒരു വാശിയുടെ പുറത്തുള്ള ഒരു ദൗത്യമാണ്. അങ്ങനെ 6 മിഷൻ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി പ്രത്യേകിച്ച് റിട്ടേൺസ് ഒന്നുമില്ല, വളരെ എക്സ്പെൻസീവാണ് ഓരോ ചന്ദ്ര ദൗത്യങ്ങളും. പക്ഷേ 2020 ശേഷം നമ്മളിപ്പോൾ കാണുന്നത് എങ്ങനെയാണ്, ഈ സ്പേസിലേക്ക്
പ്രൈവറ്റ് ഏജൻസീസ് ലോകത്ത് പലയിടത്തു നിന്നും അവർ അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കാൻ തുടങ്ങി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ യൂണിവേഴ്സിലെ റിച്ച് റിസോഴ്സ് ഉണ്ട്, അതെങ്ങനെ ഉപയോഗിക്കാം. അങ്ങനെയാണ് അമേരിക്കയിൽ സ്പേസ് എക്സ്, ബ്ലൂ ഒറിജിൻ, അങ്ങനെ പല കമ്പനികൾ, ലോകത്തെമ്പാടുമുള്ള കമ്പനികൾ സ്പേസിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പം അതിനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇന്ന് സ്പേസ് എന്ന് പറയുന്നത് 500-600 ബില്യൺ US$ ആയിട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് 2030. അതിൽ നമ്മുടെ ഇന്നത്തെ അംശം എന്ന് പറയുന്നത് 1.1-2% ഉള്ളൂ. അതെങ്ങനെ 10% എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് പല പുതിയ പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ പരീക്ഷണങ്ങളും നടത്തുന്നു. ഒന്ന് ഒരു ഇൻസ്പേസ് എന്നുള്ളൊരു നോഡൽ ഏജൻസി, അതുപോലെ എൻസിൽ എന്നൊരു ഒരു കൊമേഴ്സ്യൽ അതുപോലെ അതിനുശേഷം ഇന്നിപ്പം ഇന്ത്യയിൽ 200-ൽ പരം സ്പേസ് സ്റ്റാർട്ടപ്സ് ഉണ്ട്. മറ്റുള്ള സ്റ്റാർട്ടപ്സുകൾ ആയിരക്കണക്കിനുണ്ട്. സ്പേസിൽ വർക്ക് ചെയ്യുന്ന 200-ൽ പരം സ്റ്റാർട്ടപ്സ് ഉണ്ട്. നിങ്ങൾക്കൊക്കെ തുടങ്ങാം. അതിനുള്ള സാമ്പത്തിക സഹായം ചെയ്യാനും അതിനുള്ള ഗൈഡൻസ് തരാനും ഇന്നിപ്പം ഇൻസ്പേസ് പോലുള്ള സംവിധാനമുണ്ട്. അതിൽ ഓൾറെഡി 2 ലോഞ്ച് ശ്രീഹരിക്കോട്ടയിൽ നടന്നു. സ്കൈ റൂട്ട് എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് കമ്പനി, അദ്ദേഹം അതിൻ്റെ MD ഇസ്രോയിൽ VSSCയിൽ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഏരിയയിൽ ഉണ്ടായിരുന്നു 5-6 കൊല്ലം. അതിനുശേഷം റിസൈൻ ചെയ്തിട്ട് സ്വന്തം കമ്പനി തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കമ്പനി നടത്തിയ ലോഞ്ച് സ്കൈ റൂട്ടിൻ്റെ സൗണ്ടിങ് റോക്കറ്റ് ലോഞ്ച് നടന്നു. അതുപോലെ അഗ്നികുൽ, ഏതാണ്ട് 100-150 വിദ്യാർത്ഥികളാണ് അതിനകത്തുള്ളത്. കൂടുതലും IIT ചെന്നൈ ബേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടപ്പാണ്. സെമിക്രയോ ഉപയോഗിച്ച് ആദ്യമായിട്ട് രാജ്യത്തുനിന്ന് അവർ ലോഞ്ച് നടത്തി. നമ്മൾ സെമിക്രയോയുടെ സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അവരാദ്യമായിട്ട് സെമിക്രയോ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ഒരു റോക്കറ്റ് 7 കിലോമീറ്റർ മുകളിൽ കൊണ്ടുപോയി. അപ്പോൾ ഈ വരുന്ന പുതിയ തലമുറയ്ക്ക് അവരുടെ അറിവ്, അവരുടെ ആ ഒരു ഇന്നൊവേഷൻ, അല്ലെങ്കിൽ അവരുടെ ആ പുതുതായിട്ട് പരീക്ഷണം ചെയ്യാനുള്ള കഴിവുകൾ, ഇതെല്ലാം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ് മാത്രം സ്പേസ് സെക്ടറിൽ നിന്നാൽ പോരാ, പ്രൈവറ്റ് ആയിട്ടുള്ള എല്ലാവരും പങ്കെടുക്കണം. അങ്ങനെ എല്ലാവരും കൂടെ കൂടി ചേരുമ്പോഴേ നമുക്ക് എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ സ്പേസ് മാർക്കറ്റിൻ്റെ ഒരു 10% കിട്ടുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ 2025 ഈ വർഷം നമ്മളിപ്പോൾ നേരത്തെ GSLVയുടെ കാര്യം പറഞ്ഞു. GSLVക്കും എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ക്രയോ സ്റ്റേജ്. ആ GSLVയുടെ ലോഞ്ച് മിക്കവാറും 27-28 നടക്കും. നമ്മുടേതായ കമ്മ്യൂണിക്കേഷൻ, നമുക്കറിയാം GPS എന്നൊരു സിസ്റ്റം ഉണ്ട്, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, നമ്മൾ പലതിനും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ചില ക്രിട്ടിക്കൽസ് അവസരത്തിൽ, ഇപ്പം കാർഗിൽ വാർ പോലുള്ള അവസരത്തിലൊക്കെ അവർക്കത് നിഷേധിക്കാൻ പറ്റും ലോക്കലായിട്ട്, ഇവർക്ക് തന്നെ തരാതിരിക്കുക. അപ്പോൾ പലതും ഇന്നത്തെ പല ആയുധങ്ങളും അല്ലെങ്കിൽ പല വിമാനങ്ങളും യാത്ര ചെയ്യുന്നത് GPS-ൻ്റെ സിഗ്നൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതുപോലുള്ള നിഷേധം നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? നമുക്ക് നമ്മുടേതായ സ്വന്തം നാവിഗേഷൻ സിസ്റ്റം വേണം. അങ്ങനെയാണ് ഈ നാവിക് എന്നൊരു കോൺസ്റ്റലേഷൻ ഉണ്ടായത്. ഇന്ത്യക്ക് ചുറ്റും 1500 കിലോമീറ്ററിലും നമ്മുടേതായ, അമേരിക്കയുടെ GPS പോലെ 40-50 സാറ്റലൈറ്റില്ല, നമ്മൾ വെറും 7-8 സാറ്റലൈറ്റ് വെച്ചിട്ട് നമ്മുടേതായ രീതിയിൽ നാവിക് എന്നുള്ള കോൺസ്റ്റലേഷൻ്റെ റീപ്ലേസ്മെൻറ്റ് സാറ്റലൈറ്റാണ് ഈ നാവിക് 02 ആയിട്ട് GSLV പറക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് വളരെ കൃത്യതയോടുകൂടി, സെൻറ്റിമീറ്റർ ആക്യുറസിയോടുകൂടി ഇന്ത്യക്ക് ചുറ്റുമുള്ള നമ്മുടെ സുരക്ഷാ ആവശ്യമായ കാര്യങ്ങൾ, അതുപോലെ നമ്മുടെ വിമാനങ്ങളൊക്കെ കൃത്യതയോടുകൂടി ലാൻഡ് ചെയ്യാനും ഇത് ഉപയോഗിക്കാൻ കഴിയും. അങ്ങനെ ആ ലോഞ്ചാണ് നടക്കാൻ പോകുന്നത്. മാത്രമല്ല, നമുക്ക് ഗഗൻയാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലോഞ്ച് എന്ന് പറയുന്നത് മനുഷ്യനെ കയറ്റാതെ ലോഞ്ച് വെഹിക്കിൾ വിക്ഷേപിച്ച് ക്യാപ്സ്യൂൾ തിരിച്ചു കൊണ്ടുവന്ന് ലാൻഡ് ചെയ്യിക്കുക. നമ്മളതിനെ അൺക്രൂഡ് മിഷൻ എന്ന് പറയുന്നത്, ക്രൂ ഇല്ലാത്ത മിഷൻ. അവിടെയാണ് നമ്മൾ എല്ലാ പാരാമീറ്റേഴ്സും മെഷർ ചെയ്ത് ക്രൂവിനെ വിടാൻ പറ്റിയ അന്തരീക്ഷമാണോ, ആക്സിലറേഷൻ കറക്റ്റാണോ, വൈബ്രേഷൻ ലെവൽസ് ശരിയാണോ, എല്ലാം നമ്മൾ ഡീസിലറേഷൻ ശരിയാണോ, അതുപോലെ ടൈമിംഗ്, പ്രഷർ, എല്ലാം നമുക്കറിയാമല്ലോ. ഇതിനകത്ത് നമ്മളിരിക്കുമ്പോൾ ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ ഉണ്ട്, ടെമ്പറേച്ചറുണ്ട്, ഹ്യൂമിഡിറ്റി ഉണ്ട്, പ്രഷറുണ്ട്. നമ്മൾ പലതും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്, പ്രകൃതി തന്നിരിക്കുകയാണ്. പക്ഷേ ഒരു സ്പേസിലേക്ക് പോകുമ്പം ആ ഒരു ഉപഗ്രഹത്തിനകത്ത് നമ്മളിത് ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ആ ഫസ്റ്റ് അൺക്രൂഡ് മിഷനുള്ള Mark 3 വെഹിക്കിളിൻ്റെ സ്റ്റാക്കിംഗ്, അതായത് പ്രോസസ് ഓഫ് ബിൽഡിംഗ് ദ വെഹിക്കിൾ നമ്മൾ ഈ ഡിസംബറിൽ തുടങ്ങിക്കഴിഞ്ഞു. ഏതാനും മാസങ്ങൾക്കകം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് അത് പറക്കും. അത് നമുക്ക് വളരെയധികം കോൺഫിഡൻസ് തരും, എങ്ങനെ റോക്കറ്റ് സ്പേസിലെത്തിക്കാം. ഒരു റോക്കറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ, ഒരു സാറ്റലൈറ്റിന് ഒരു 400 കിലോമീറ്ററിൽ നിൽക്കണമെങ്കിൽ 400 കിലോമീറ്റർ ഉയരത്തിൽ കൊണ്ടുപോകണം ആരെങ്കിലും. സംബഡി ഹാസ് ടു ലിഫ്റ്റ് ഇറ്റ് അപ്പ്. പക്ഷേ അവിടെ കൊണ്ട് വെച്ചാൽ അത് അവിടെ നിൽക്കില്ല, അത് താഴോട്ട് വീഴും ഗ്രാവിറ്റി കാരണം. അവിടെ കൊണ്ട് വെച്ചിട്ട് ഒരു നിശ്ചിത വെലോസിറ്റി കൊടുത്താലേ അവിടെ നിൽക്കുകയുള്ളൂ. നമ്മൾ ഈ കയറ് കെട്ടി ഇങ്ങനെ കറക്കൂലേ, അതിനെ കറക്കി ഒരു സ്പീഡ് വരുമ്പോഴാണ് അത് ഹൊറിസോണ്ടലാവുന്നത്. ആ സ്പീഡിലെത്തുമ്പോഴേ അതിനവിടെ ഹൊറിസോണ്ടലായിട്ട് നിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ നീളം കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് സ്ലോ ഡൗൺ ചെയ്യും അതിൻ്റെ വെലോസിറ്റി. അകത്തേക്ക് വരുന്നതോറും അതിൻ്റെ സ്പീഡ് കൂടി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഓർബിറ്റ്. അകത്തേട്ടുള്ള ഓർബിറ്റിൽ അവിടെ നിൽക്കണമെങ്കിൽ
കൂടുതൽ സ്പീഡ് വെളിയിലേക്ക് പോകുന്നതോറും കുറഞ്ഞ സ്പീഡിൽ കൊണ്ട് നിർത്തിയാൽ മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ റോക്കറ്റിലുള്ള ഈ ഫ്യൂവൽ മുഴുവൻ എന്തിനാണെന്ന് നോക്കുമ്പോൾ 300-400 ടണ്ണുള്ള റോക്കറ്റ് പൊങ്ങിയിട്ട് അവസാനം 2-3 ടണ്ണുള്ള ഒരു സാറ്റലൈറ്റിനാണ് നമ്മൾ സ്പേസിൽ വിടുന്നത്. അപ്പോൾ ഈ പ്രൊപ്പല്ലൻ്റ് മുഴുവൻ നമ്മൾ ഈ കെമിക്കൽ എനർജി നമ്മൾ ആദ്യം പൊട്ടൻഷ്യൽ എനർജി, അതായത് ഓർബിറ്റ് കിട്ടാനായിട്ട് ഹൈറ്റ് കിട്ടാനും ബാക്കി വെലോസിറ്റി, അതായത് 400 കിലോമീറ്റർ ഒരു സാറ്റലൈറ്റ് നിൽക്കണമെങ്കിൽ അതിന് 8000 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി വേണം. 8 കിലോമീറ്റർ പെർ സെക്കൻഡ്, അതായത് ഇങ്ങനെ ഈ 2 ശബ്ദത്തിനിടയ്ക്ക് 8 കിലോമീറ്റർ ട്രാവൽ ചെയ്യും. അത് ഒരു ട്രമൻഡസ് സ്പീഡാണ്, എങ്കിൽ മാത്രമേ അവിടെ നിൽക്കുകയുള്ളൂ. അതിനാണ് നമ്മൾ ഈ റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരുമ്പോൾ ഒരു സാറ്റലൈറ്റിനെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇത്ര എനർജി ഉണ്ട് അതിൻ്റെ കയ്യിൽ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. അതിനെ എങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് ഡിസിപ്പേറ്റ് ചെയ്താലേ നമുക്കൊരു സോഫ്റ്റ് ലാൻഡിങ് ഭൂമിയിൽ ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ 2000-കളിൽ SRE എന്ന് പറഞ്ഞ സ്പേസ് ക്യാപ്സൂൾ റിക്കവറി എക്സ്പെരിമെൻറ്റ് തിരഞ്ഞെടുത്ത്. അപ്പം അതായത് സാറ്റലൈറ്റിനെ കൊണ്ടുപോവുക, തിരിച്ചു കൊണ്ടുവരിക. അപ്പോൾ നമുക്കൊരു വലിയ ഗുണം, ഭൂമിക്ക് 100 കിലോമീറ്റർ കനത്തിൽ അറ്റ്മോസ്ഫിയർ. ഈ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരു ബോഡി വന്ന് പതിക്കുമ്പോൾ ഇതിലുണ്ടാകുന്ന ഈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡ്രാഗ് കാരണം ഇതിൻ്റെ എനർജി കുറച്ചേറെ നശിക്കും. അപ്പോൾ നമ്മൾ ആ റീ എൻട്രി ക്യാപ്സ്യൂളിനെ പ്രോപ്പറായിട്ട് ഷെയ്പ്പ് ചെയ്യാമെങ്കിൽ ആ ഡ്രാഗ് ഉപയോഗിച്ച് 99% എനർജി നമുക്ക് കുറയ്ക്കാം. എന്നിട്ടൊരു 7 കിലോമീറ്ററൊക്കെ എത്തുമ്പം ഇതിൻ്റെ സ്പീഡ് ഒരു 100-150 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പം നമ്മൾ പാരച്യൂട്ട് ഡിപ്ലോയ് ചെയ്തിട്ട് അതിൻ്റെ സ്പീഡ് വീണ്ടും 7 മീറ്റർ പെർ സെക്കൻഡാക്കി കുറച്ച് ലാൻഡ് ചെയ്യുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു ഗുണം അതാണ്. അപ്പം റോക്കറ്റുകൾ ആദ്യം സാറ്റലൈറ്റിന് എനർജി കൊടുക്കുന്നു, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. റീ എൻട്രി എന്ന് പറയുമ്പം ഇതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. അതുകൊണ്ടാണ് മനുഷ്യനെ വിടണമെങ്കിൽ നമുക്ക് ഈ 2 ടെക്നോളജി ആവശ്യമുണ്ട്. വളരെ കൃത്യമായിട്ട് എങ്ങനെ ഈ എനർജി കില്ല് ചെയ്ത് അതിനുവേണ്ട തെർമൽ പ്രൊട്ടക്ഷൻ വേണം, അതിനു വേണ്ടിയിട്ടുള്ള പാരച്യൂട്ട് സിസ്റ്റം വേണം, അതിനു വേണ്ടിയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റം വേണം, സ്പേസ് ഫുഡ് വേണം, സ്പേസ് സ്യൂട്ട് വേണം. ഇങ്ങനെ നിരവധി ടെക്നോളജികൾ ഇതിനാവശ്യമാണ്. ആ ടെക്നോളജിയുടെ അവസാന ഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും ഇന്ത്യൻ റോക്കറ്റിൽ, അതും നമ്മൾ റോക്കറ്റുകളെ ഹ്യൂമൻ റേറ്റ് ചെയ്യാവുന്നൊരു പ്രോസസ്സ് ഇവിടെ കടന്നു പോകണം. അതായത് എല്ലാ റോക്കറ്റും സാധാരണ സാറ്റലൈറ്റ് വിടുന്ന റോക്കറ്റിൽ മനുഷ്യനെ വിടാൻ പറ്റില്ല. കൂടുതൽ റിലയബിലിറ്റി, കൂടുതൽ എസ്കേപ്പ് പ്രൊവിഷൻസ്, കൂടുതൽ അതിന് സിസ്റ്റം റോബസ്റ്റ്നെസ്, റഗഡ്നെസ്, ഇതെല്ലാം ചെയ്താലേ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് സാധാരണ റോക്കറ്റിൽ നമുക്ക് ഒരു പ്രൈമറി ചെയിൻ, ഡ്യുവൽ ചെയിൻ, 2 ചെയിനാണ് ഇലക്ട്രോണിക്സ് ഉള്ളത്. ഒരു ഇലക്ട്രോണിക്സ് ഇപ്പോൾ പ്രൈമറി ചെയിൻ വർക്ക് ചെയ്യില്ലെങ്കിൽ അത് റിഡൻഡൻറ്റിലേക്ക് പോകും, വർക്ക് ചെയ്യും. പക്ഷേ മനുഷ്യനെ വിടുന്ന റോക്കറ്റിൽ ഇത് 4 ചെയിനുണ്ട്. അതായത് പ്രൈമറി ചെയിൻ വർക്ക് ചെയ്താലും സ്റ്റിൽ മിഷൻ വിൽ കണ്ടിന്യൂ. സെക്കൻഡറി ചെയിൻ വർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് 2 എണ്ണം ഉണ്ട്. രണ്ടാമത്തെ ഫെയിലിയർ, ഒരേ പാക്കേജ് രണ്ടാമത് ഫെയിൽ ചെയ്താൽ മാത്രമേ ഈ പ്രോസസ്സിനെ അബോർട്ട് ചെയ്ത് തിരിച്ചു വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അപ്രോച്ച് ഡിഫറൻസ് ഉണ്ട്. ഇതൊന്നും നമുക്കില്ലാത്തതായിരുന്നു. ഇത്തരം കാര്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾ നമ്മളുമായിട്ട് ഷെയർ ചെയ്യില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് വികസിപ്പിച്ചെടുക്കുകയാണ്. അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി സയൻസ് മിഷൻസ് ഉണ്ട്, ഒത്തിരി എക്സൈറ്റിംഗ് മിഷൻസ് ഉണ്ട്. ഏതായാലും പ്രത്യേകിച്ച് ഈ നിർമ്മല വിജ്ഞാൻ പുരസ്കാർ ISROയുടെ പേരിൽ ഇത് നിങ്ങളിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ ഒരുപക്ഷെ ഒരു ചന്ദ്രയാൻ ദൗത്യത്തിൽ ലോഞ്ച് വെഹിക്കിൾ സാറ്റലൈറ്റിനെ എങ്ങനെയാണോ കൃത്യമായിട്ട് അതിൻ്റെ ഓർബിറ്റിൽ റിലീസ് ചെയ്യുമ്പോൾ കിട്ടുന്ന പോലൊരു ആത്മസംതൃപ്തി എനിക്ക് ലഭിക്കുകയാണ്. അതിന് പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് ഈ മാനേജ്മെൻറ്റിനോടും. ഓരോ അംഗീകാരവും നമുക്കൊത്തിരി കോൺഫിഡൻസ് തരും. ശരിക്കും നമ്മൾ പണ്ട് പറയില്ല, മനസ്സ വാച കർമ്മണ എന്ന് പറഞ്ഞാൽ ഈ 3 രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നടത്താം. മനസ്സിൽ നമ്മളൊരു കാര്യം വളരെ ശക്തമായിട്ട് ആലോചിച്ചാൽ നടക്കും. നമ്മുടെ ഇപ്പം പലരുടെയും പ്രസംഗം നമ്മളെ കോരിധരിപ്പിച്ച് പലതും നമ്മളെ കൊണ്ട് ചെയ്യും, വാക്കുകൾ കൊണ്ട്. അതുപോലെ തന്നെയാണ് കർമ്മം കൊണ്ട്, ജോലി കൊണ്ട്. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും, സോളമൻ ഐലൻഡ്സിൽ അവിടെയുള്ള ആദിവാസികൾ മരം മുറിക്കാനായിട്ട്, അവർക്ക് മരം മുറിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് കാരണം അവർ ചെയ്യുന്നത് ആ മരത്തിൻ്റെ ചുറ്റും പോയി നിന്നിട്ട് ഇവരതിനെ കഴ്സ് ചെയ്യുക, ശപിക്കുക എന്ന് പറഞ്ഞു. കുറച്ച് ദിവസം കഴ്സ് ചെയ്യുമ്പോൾ മരം തന്നെ ഇലകൾ വാടി അതിൻ്റെ ഒരു ഫങ്ഷൻ ഡിസേബിൾഡ് ആവുകയാണ്. ആ മരം തന്നെ അങ്ങ് കരിഞ്ഞു പോവുകയാണ്. ഒന്ന് ആലോചിച്ചേക്കും, ഒരു മരത്തിന് ഇതുപോലുള്ള കഴ്സ് വരുമ്പോൾ അതിൻ്റെ ആ ഇലകൾ വാടി അത് മരണപ്പെട്ടു പോകണം, അതിനെ പിന്നെ വെട്ടിയെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് വെക്കണം, നിങ്ങളോടൊക്കെ ഓരോ നല്ല വാക്ക് പറയുമ്പോൾ അത് നിങ്ങളിലുണ്ടാകുന്ന ആ സന്തോഷം, അതുപോലെ നിങ്ങളൊരു ചീത്ത വാക്ക് ആരിൽ നിന്നും കേൾക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന വിഷമം. അതുകൊണ്ട് ഈ 3 രീതിയിലും, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും
കർമ്മം കൊണ്ടും എല്ലാവിധ സത്കർമ്മങ്ങളും ചെയ്ത് നിങ്ങളും നിങ്ങളുടെ കൂടെയുള്ളവരെയും ഉയർത്തിയെടുക്കുക. അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു കാര്യം ചെയ്യുമ്പോഴാണ് നമുക്കതിനുള്ള ആ ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ ഈ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം വളരെ എളിമയോടുകൂടി ISROയ്ക്ക് വേണ്ടി സ്വീകരിക്കുന്നു എന്നുള്ളത് നന്ദി ഒരിക്കൽ കൂടി പറയുന്നു. എല്ലാവർക്കും വീണ്ടും നവവത്സരാശംസകൾ നേരുന്നു. താങ്ക് യു.